ഇതിന്റെ ഉയരം 144 അടി ഉയരമായിട്ട് കുറയ്ക്കാനുള്ള കാരണം മധുര മീനാക്ഷി ക്ഷേത്രമാണ്. ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്ന കന്യകാമറിയത്തിന്റെ മാർബിൾ പ്രതിമയാണ്. മരിയ സുസൈ എന്ന ശില്പിയുടെ കഴിവാണ്. ഈ പാലാഴി എന്ന പേര് ലോപിച്ച് പാല ആയെന്നും പറയുന്നുണ്ട്. ഒരുപാട് കഥകളും ചരിത്രങ്ങളുമുള്ള ഒരു കുരിശുപള്ളിയാണ് പാലാ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഈ തലയുയർത്തി നിൽക്കുന്നത്. ഈ പാലാ വഴി ആര് കടന്നു പോയാലും ഈ കുരിശുപള്ളി കാണാതെ പോകില്ല. അത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത്. 144 അടി ഉയരത്തിലാണ് ഈ കുരിശുപള്ളി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് 144 അടിയിൽ കൂടുതൽ ഉയരാതിരിക്കുവാനുള്ള കാരണം മധുര മീനാക്ഷി ക്ഷേത്രമാണ്. ഈ കുരിശുപള്ളിയുടെ ചരിത്രവും ഈ ജൂബിലി തിരുനാളിൻ്റെ കഥയും ഒക്കെ ഒരു വലിയ കഥ തന്നെയാണ്. ഇതെല്ലാം പാലാ പ്രദേശത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട കഥകളാണ്. ഈ മീനച്ചിലാറിൻ്റെ മറുകരയിൽ AD 1002 സ്ഥാപിക്കപ്പെട്ട സെൻറ് തോമസ് ചർച്ചാണ് പാലാപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാല ആ കാലത്ത് വളരെ വേഗം ഒരു തിരക്കേറിയ വ്യാപാര കേന്ദ്രമായി വളർന്നു. അതുകൊണ്ട് ഈ അങ്ങാടിയോട് ചേർന്ന് തന്നെ ഒരു ദേവാലയം ആവശ്യമായിട്ട് വന്നു. കാരണം മീനച്ചിലാറിൻ്റെ മറുകരയിലാണല്ലോ പാലാപ്പള്ളി. എന്നാൽ തിരക്കും അങ്ങാടിയും എല്ലാം ഇപ്പുറവും. അങ്ങനെ 1837 ഈ പഴയ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് തന്നെ സെൻറ് തോമസിന് സമർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ കപ്പേള സ്ഥാപിക്കപ്പെട്ടു. അന്ന് മാർക്കറ്റിന് അഭിമുഖമായിട്ട് തന്നെയായിരുന്നു കപ്പേള അന്ന് നിർമ്മിച്ചത്. പക്ഷേ 1904 പുതിയ ഒരു മാറ്റത്തിലേക്ക് എല്ലാം വഴിമാറുകയായിരുന്നു. അന്ന് അമലോത്ഭവ പ്രഖ്യാപനത്തിൻ്റെ സുവർണ